തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയതായി വെളിപ്പെടുത്തി യുവാവ്. പോലീസ് സ്റ്റേഷനിൽ പൊടിഞ്ഞ അസ്ഥികളുമായി നേരിട്ടെത്തിയാണ് യുവാവിന്റെ തുറന്നുപറച്ചിൽ. സംഭവത്തിൽ പ്രതികളായ 25 വയസ്സുള്ള ആമ്പലൂർ സ്വദേശി ഭാവിൻ, 22 വയസ്സുകാരിയായ വെള്ളിക്കുളങ്ങര സ്വദേശി അനീഷ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നു പുലർച്ചെ 12:30 ഭവിൻ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. താനും പങ്കാളിയും ചേർന്ന് നടത്തിയ ക്രൂരമായ കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മഹേന്ദ്ര സിംഹനോട് വെളിപ്പെടുത്തിയതോടെയാണ് കേസ് പുറം ലോകമറിയുന്നത്. ഒപ്പം കുട്ടികളുടെ അസ്ഥികളും കവറിലാക്കി ഭവിൻ കയ്യിൽ കരുതിയിരുന്നു. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അനീഷയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാറിന്റെയും ചാലക്കുടി DYSP ബിജുകുമാറിന്റെയും സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവത്തിൽ വ്യക്തത വന്നത്. അവിവാഹിതരായ ലാബ് ടെക്നീഷ്യൻ അനീഷയും പ്ലംബറായ ഭവിനും 5 വർഷമായി ഒന്നിച്ചായിരുന്നു താമസം. ഈ ബന്ധത്തിൽ ജനിച്ച കുട്ടികളെയാണ് ഇരുവരും ചേർന്ന് കുഴിച്ചുമൂടിയത്. 2020 ഫേസ്ബുക്ക് വഴിയാണ് ഇവർ പരിചയത്തിലാകുന്നത്. തുടർന്ന് യുവതി 2 ആൺകുട്ടികൾക്ക് ജന്മം നൽകി. 2021 അനീഷയുടെ വീട്ടിലെ ബാത്റൂമിൽ വെച്ചാണ് ആദ്യത്തെ പ്രസവം നടക്കുന്നത്. പ്രസവത്തിൽ തന്നെ പൊക്കിൽ കൊടി കഴുത്തിൽ കുടുങ്ങിയതിനാൽ കുട്ടി മരിക്കുകയായിരുന്നു എന്നാണ് അനീഷ പോലീസിന് നൽകിയ മൊഴി. അനീഷ തന്നെ പറമ്പിൽ രഹസ്യമായി മൃതദേഹം കുഴിച്ചിടുകയും ചെയ്തു. 8 മാസത്തിനു ശേഷം ഭവിന്റെ ആവശ്യപ്രകാരം കുട്ടിയുടെ അസ്ഥികൾ ഭവിന് കൈമാറുകയും ചെയ്തു. തന്നെ എപ്പോഴെങ്കിലും ഉപേക്ഷിച്ചു പോയാൽ അനീഷയുമായുള്ള ബന്ധത്തിന്റെ തെളിവാകാനായിരുന്നു ഭവിന്റെ നീക്കം. ഈ വിവരം സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു. മരിച്ച കുട്ടികൾക്ക് അന്ത്യകർമ്മം ചെയ്യാനാണ് അസ്ഥി സൂക്ഷിച്ചതെന്ന് ഭവിൻ അനീഷയെ വിശ്വസിപ്പിച്ചു. എന്നാൽ പിന്നീട് 2024 അനീഷ രണ്ടാമതും ഗർഭിണിയാകുകയും വീട്ടിലെ റൂമിൽ വെച്ച് പ്രസവിച്ച കുട്ടി മരിക്കുകയും ചെയ്തു. മൃതദേഹം ആമ്പല്ലൂരിലെ ഭവിന്റെ വീട്ടിലെത്തി കൈമാറുകയും ചെയ്തു. കുട്ടിയുടെ കരച്ചിൽ അയൽക്കാർ കേൾക്കാതിരിക്കാൻ വായ പൊത്തിപ്പിടിച്ചതായിരുന്നു കുട്ടിയുടെ മരണത്തിന് കാരണമായത്. ഭവിൻ തന്നെ കുട്ടിയെ തന്റെ വീടിന്റെ പിറകിൽ രഹസ്യമായി കുഴിച്ചുമൂടി. ഈ 2 കുട്ടികളുടെ അസ്ഥികളാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതെന്നാണ് യുവാവ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഈ അസ്ഥികൾ പ്രാഥമികമായി ഉറപ്പുവരുത്തുന്നതിനായി ഫോറൻസിക് സർജൻ പുതുക്കാട് സ്റ്റേഷനിൽ നേരിട്ടെത്തിയിരുന്നു. ഇത് കുട്ടികളുടെ അസ്ഥിയാണെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും ഫോറൻസിക് പരിശോധനകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കുട്ടികളുടെ മരണം കൊലപാതകമാണോ എന്നതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ പറഞ്ഞു.